സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. രണ്ടാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ദ്വാരപാലക പാളികകളിൽ നിന്നും സ്വർണം കവർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും SIT അന്വേഷിക്കും. അതേസമയം തന്ത്രിക്കെതിരായ ഏകപക്ഷീയ അറസ്റ്റ് നടപടികളിൽ പ്രതിഷേധം ശക്തമാണ്. വിവരങ്ങൾ നൽകാൻ പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, വളരെ നിർണായകമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ കസ്റ്റഡി അപേക്ഷ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചില നിർണായക വിവരങ്ങളൊക്കെ പുറത്തു വരുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാമോ? ഒപ്പം ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയരുന്നത്. മന്ത്രിമാരെ രക്ഷിക്കാനാണോ ഈ തന്ത്രിയെ കുടുക്കിയത്? എന്തായാലും ഈ കസ്റ്റഡി അപേക്ഷ എത്രത്തോളം നിർണായകമാണ് പ്രജിത്ത്? കഴിഞ്ഞ ദിവസമാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ കവർന്ന കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. വിജിലൻസ് കോടതിയുടെ അനുമതിയോടെയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുന്ന തന്ത്രിയുടെ അറസ്റ്റ് അന്വേഷണ സംഘം നേരിട്ടെത്തി രേഖപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് ഇന്ന് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ തന്ത്രിയെ വീണ്ടും ഒരു കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിലേക്ക് വാങ്ങാനുള്ളൊരു നീക്കം അന്വേഷണ സംഘം നടത്തുന്നതിനായുള്ള സൂചനകൾ വന്നത്. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പ കവർച്ചയുമായി ബന്ധപ്പെട്ടും തന്ത്രിക്ക് പങ്കുണ്ട്, ഗൂഢാലോചനയിൽ പങ്കാളിയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ മൊഴിയെടുപ്പിൽ കൂടുതൽ വ്യക്തത വരുമെന്നും അന്വേഷണ സംഘം പറയുന്നു. എന്തായാലും നിർണായകമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്.